അർച്ചന, എടോ, സച്ചിയുടെ പ്രശ്നം ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അയാൾ അങ്ങനൊരു മനുഷ്യനാ. ചിലപ്പോഴൊക്കെ അയാളുടെ നിയന്ത്രണം വിട്ടുപോകും. മുൻപ് പലതവണയും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 1-2 തവണ ഈ പ്രശ്നത്തിന് പോലീസ് സ്റ്റേഷനിലും കയറിയിട്ടുണ്ട്. ഇതാണ് ചെറിയ മാനസിക പ്രശ്നം. ഇത് മുഴുവൻ ഭ്രാന്ത. അവന്റെ ഭ്രാന്തിനെ കൂട്ടു നിൽക്കാനുള്ള ആളാണോ നിന്റെ ഭാര്യ? എന്റെ അമ്മയൊന്ന് മിണ്ടാതിരിക്കാവോ? വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. എടോ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കഴിഞ്ഞ 10 വർഷമായി അയാൾ ഇങ്ങനെയാ. അയാളുടെ വൈഫിന്റെ പേര് അർച്ചന എന്നാ. ആ സ്ത്രീയെയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് അയാൾ ജീവിക്കുന്നത്. അയാളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അയാൾ കാരണം പൂജ മുടങ്ങി എന്നുള്ള സത്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ അയാളെ ശിക്ഷിക്കുന്നത് ശരിയല്ല. കഴിഞ്ഞ 10 വർഷമായി അയാൾ ജീവിക്കുകയല്ല. സത്യം പറഞ്ഞ മരിച്ച് ജീവിക്കുന്ന ഒരാളാ സച്ചി. അയാളുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. നമുക്കതിന് ക്ഷമിക്കാം. ഇതാണോ ക്ഷമിക്കേണ്ടത്? ഇനി രണ്ടാമത് പൂജ നടത്താൻ പറ്റുമോ? ഇനി എന്തെങ്കിലും ഇവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമോ? അമ്മേ, അല്ലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തിയാൽ ആരുടെയും സമനില തെറ്റിപ്പോവും. ഇവിടുത്തെ ഈ ദൈവികമായ ശക്തിയും അന്തരീക്ഷവും പൂജാ ചടങ്ങുകളിലെ മന്ത്രോച്ചാരണവും അവിടെ കണ്ട നിറങ്ങളും എല്ലാം ഒരു നിമിഷം അയാളുടെ മനസ്സിന്റെ താളം തെറ്റിച്ചിട്ടുണ്ടാവാം. അമ്മേ, നമ്മളെപ്പോഴാ വീട്ടിലേക്ക് പോകുന്നേ? നമുക്ക് പോവാം മോളെ, ഇപ്പൊ തന്നെ പോവാം. എന്തായാലും നമുക്ക് ഗുരുജിയോട് സംസാരിച്ചൊരു തീരുമാനം എടുക്കാം. വേണ്ട, ഇനി ആരോടും ഒന്നും സംസാരിക്കാനില്ല. നമുക്കിപ്പൊ തന്നെ പോണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. അമ്മ, വേഗം ഡ്രസ്സും സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്യുക. നമുക്ക് ഇറങ്ങണം. അമ്മേ, സമൃദ്ധ പറഞ്ഞു കേട്ടില്ലേ? വേഗം മുറിയിലേക്ക് ചെല്ലേ, പോയി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യ്. അവള് അവനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഇല്ല മാഡം, എനിക്ക് ഉറപ്പാ തിരിച്ചറിഞ്ഞിട്ടില്ല. സച്ചി ഓടി വന്ന അർച്ചനയെ കെട്ടിപ്പിടിച്ചതും ഒരു നിമിഷം അർച്ചന ഒന്ന് ഷോക്കായി. അടുത്ത നിമിഷം അർച്ചന അവനെ തട്ടിമാറ്റി. ആ സമയത്ത് ഗോകുലൊന്നും ചെയ്തില്ലേ? വന്ന് പിടിച്ചു മാറ്റി. പിന്നെ ഞാൻ നമ്മുടെ ആളുകളെ അങ്ങോട്ട് കയറ്റി വിട്ടു. അവര് നല്ലതുപോലെ അങ്ങ് പെരുമാറി. അതുകൊണ്ട് എന്ത് നേട്ടം? ആ
ബഹളത്തിനിടയില് ഏതെങ്കിലും ഒരു രീതിയിൽ അവനെ അങ്ങ് തീർക്കണമായിരുന്നു. എന്നിട്ട് ആരും അറിയാതെ അങ്ങ് മുങ്ങിയാ മതിയായിരുന്നു. അതിന് തന്നെയായിരുന്നു പ്ലാൻ. പക്ഷേ അത് നടന്നില്ല. നാണോ ഇല്ലേ മൂർത്തി എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നെന്ന് പറയാൻ? മാഡം, നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെയാ കാര്യങ്ങൾ സംഭവിച്ചത്. ഞാൻ ഇത് തന്നെയാ പ്രതീക്ഷിച്ചത്. നമ്മുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് ഏറ്റവും അവസാനം സച്ചിയും അർച്ചനയും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു ഘട്ടം വന്നാൽ അവനെ അങ്ങ് തീർക്കുക. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നതല്ലേ? മാഡം, ആകെ ഒരു ആശ്വാസമേ ഉള്ളൂ, അർച്ചന അവനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതിൽ പിടിച്ചു വേണം ഇനി മുന്നോട്ട് പോവാൻ.